പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കരാർ അംഗീകരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഈ ഇടക്കാല കരാർ വലിയ കുതിപ്പേകുമെന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ വികസിത ഭാരതം എന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാനും ഈ കരാർ വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം എക്സിൽ പറയുന്നുണ്ടല്ലോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത് ഭാരതത്തിൽ തന്നെ ഉത്പാദനം കാര്യക്ഷമമാക്കുക എന്നതിൻ്റെ ലക്ഷ്യങ്ങളാണ്. അത്തരത്തിൽ ഭാരതത്തിൽ ഉത്പാദനം കാര്യക്ഷമമാക്കുന്നതിനെ ഏറെ പ്രയോജനപ്പെടുന്നതായിരിക്കും ഈ കരാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സമൂഹമാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹമാധ്യമ ഇത്തരത്തിൽ ഈ കരാറിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് MSME രംഗത്തെ, അതായത് ചെറുകിട നാമമാത്ര കർഷക വ്യവസായങ്ങളെല്ലാം തന്നെ ശക്തമായി അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കി പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് സാധ്യമാകുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഉണ്ടാവുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പിൽ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശാക്തീകരിക്കുന്നതിനും അതുപോലെ തന്നെ ആ സാധ്യതകൾ വളർത്തുന്നതിനും സ്റ്റാർട്ടപ്പുകളുടെ വികസനത്തിനും എല്ലാം തന്നെ പ്രയോജനപ്പെടുമെന്നും കൃത്യമായി അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് തൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിലൂടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം. അതുപോലെ തന്നെ സപ്ലൈ ചെയിനുകൾ ശക്തമാക്കുന്നതിനും ആഗോള വികസനത്തിൻ്റെ ഭാഗമാകുന്നതിനും വികസിത ഭാരതം എന്ന ആശയത്തിലേക്ക് കൃത്യമായി സഞ്ചരിക്കുന്നതിനുമുള്ള നിർണായകമായൊരു രേഖയായി മാറും ധാരണ എന്നും പ്രധാനമന്ത്രി തൻ്റെ സമൂഹമാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ ഐസൻ, എന്തായാലും ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാർ അത് ഔദ്യോഗികമായി തന്നെ ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും ഇരുവരും ഈ കരാറിനെ വാനോളം പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ വികസിത ഭാരത് എന്ന സങ്കല്പത്തിനും മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള നമ്മുടെ നിർണായകമായ പദ്ധതികൾക്കും ഈ കരാർ വളരെയധികം ഗുണകരമാകും എന്നാണ് എക്സ് പോസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്. ഐസൺ ജോസാണ് വിവരങ്ങളുമായി ചേർന്നു.